നമസ്കാരം, ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഗ്രേപ്പ് വൈൻ ആണ് തയ്യാറാക്കുന്നത്. ഗ്രേപ്പ് വൈൻ അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ഗ്രേപ്പ് വൈൻ തയ്യാറാക്കുന്നുണ്ട്, 3 ദിവസം അത് കുക്ക് ചെയ്തിട്ടൊക്കെ. പക്ഷെ ഒരിക്കലും ട്രഡീഷണലായിട്ടുള്ള രീതിയിലുള്ള യഥാർത്ഥത്തിലുള്ള ആ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടില്ല. മിനിമം ഒരു 21-25 ദിവസം, അതിൽ കൂടുതൽ ദിവസം ഇരുന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് നമുക്ക് ഗ്രേപ്പ് വൈനിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഞാനൊരു 25 ദിവസം വെച്ചിട്ടാണ് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും ഒക്കെ അറിയിക്കണം. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും ആരും മറക്കണ്ട. പലതരം മുന്തിരികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഗ്രേപ്പ് വൈൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വൈൻ ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയുള്ള ഒരു ഇനം മുന്തിരിയുണ്ട്. അത് വെച്ച് വൈൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വൈനിന് നല്ല കളറും കുറച്ചും കൂടെ രുചിയുമായിരിക്കും. ഈ ഗ്രേപ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൗഡർ കോട്ടിങ് പെസ്റ്റിസൈഡ്സ് ആണെന്നൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് ബ്ലൂം ഓഫ് ഗ്രേപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേപ്പ് നാച്ചുറലായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷേ ഇതറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു സമാധാനമായിട്ടുണ്ട് എനിക്ക്. ആദ്യകാലങ്ങളിലൊക്കെ കുറേ നാൾ മുന്തിരി ഞാൻ വാങ്ങില്ലായിരുന്നു. അത് പെസ്റ്റിസൈഡ് അടിച്ചു വെച്ചിരിക്കുന്നതാണെന്നുള്ളൊരു പൊതുബോധത്തിൽ നിന്നായിരുന്നു അത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ മുന്തിരി നല്ലതുപോലെ കഴുകി വെള്ളമയമൊന്നുമില്ലാതെ ടിഷ്യൂ ഒക്കെ വെച്ചൊന്ന് തുടച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ മുന്തിരിയുടെ സ്കിന്നിനൊക്കെ നല്ല കളറുണ്ട്, പക്ഷേ അകത്തെ ആ ഫ്ലഷ് എന്ന് പറയുന്നത് ഒരു കളറില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഭയം, ഇനി ഈ മുന്തിരി വൈൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കളർ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ഒന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ വൈനിനൊന്നും അത്ര കളറില്ലായിരുന്നു. ഒരു ചെറിയ മീഡിയം സൈസ് ഓറഞ്ചിൻ്റെ വലിപ്പമുള്ളൊരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് തിളച്ച് നല്ലതുപോലെ കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞ് ഈ ഒരളവിൽ കിട്ടും. അത് നല്ലതുപോലെ തണുക്കാൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വെള്ളത്തിൻ്റെ അളവാണ്. 1 കിലോ മുന്തിരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളം മുതൽ ഒരു 1.5 ലിറ്റർ വെള്ളം വരെയൊക്കെ നമുക്ക് ചേർക്കാം. 1 ലിറ്റർ ആകുമ്പോൾ ഭയങ്കര കുറുകിയിരിക്കും. അപ്പോൾ ഒരു 1.25-നും 1.5-ക്കും ഇടയ്ക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. ഇനി മുന്തിരി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് ഉടയ്ക്കേണ്ട, എന്നാൽ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മളിതിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങളും തവിയെല്ലാം വെള്ളമില്ലാത്തതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസാണ്. അത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അതും കൂടെ ഈ മുന്തിരി ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പൈസസ് ഒക്കെയാണിത്. ഒരു 3-4 കഷ്ണം പട്ട, ഒരു 4-5 കഷ്ണം ഏലക്ക, പിന്നീട് ഒരു 4-5 കഷ്ണം ഗ്രാമ്പു. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ സ്പൈസസിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള വൈനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 കിലോ മുന്തിരിയാണ് ചേർക്കുന്നതെങ്കിൽ 1 കിലോ പഞ്ചസാര തന്നെ ചേർക്കാം. മധുരത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു മതി എന്നുള്ളവർക്ക് ഒരു 880 ഗ്രാം വരെ ചേർക്കാം. പിന്നീട് നല്ല മധുരമുള്ള മുന്തിരിയൊക്കെയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് ക്രമീകരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് മധുരമായി പോകും. ഇനി ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഡ്രൈ ഈസ്റ്റ് 1 ടീസ്പൂൺ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും 1 കിലോ മുന്തിരിക്ക് 1 ടീസ്പൂണൊക്കെ മതിയാകും. 21 ദിവസമൊക്കെ ഇരിക്കുന്ന വൈനായതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് വൈനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. വൈനിന് കുറച്ചും കൂടി വീര്യമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിതിൽ കുറച്ച് ഗോതമ്പ് ചേർക്കുന്നുണ്ട്. അത് ഞുറുക്ക് ഗോതമ്പാണെങ്കിലും വലിയ ഗോതമ്പാണെങ്കിലും പ്രശ്നമില്ല. 1 കൈപ്പിടി ഗോതമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വൃത്തിയുള്ളൊരു വെള്ളത്തുണിയിൽ കിഴി കെട്ടിയാണ് നമ്മൾ ഗോതമ്പ് ചേർക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ വൈനിലേക്ക് ഇത് ചേർക്കുവാണെങ്കിൽ ഇത് കുറച്ച് നന്നായിട്ടൊന്ന് അലിഞ്ഞു പോകും ഒരു 21 ദിവസമൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ വൈനിൻ്റെ കളറും ഒരുപാട് മട്ടിയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ കെട്ടിയിടുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അതും കൂടി ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മുന്തിരി പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വലിയ ഭരണിയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഭരണിയിലേക്ക് പഞ്ചസാര, ഉടച്ച മുന്തിരി,
സ്പൈസസ് ഒക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാലും മതി. ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഭരണിയില്ല. ഞാൻ ഗ്ലാസ് ജാറുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് ജാറിലാണ് ഞാൻ ഈ വൈൻ ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളുടെ ഗ്ലാസ് ജാറുകൾ അല്ലെങ്കിൽ ഭരണി എന്തായാലും നല്ലതുപോലെ വെള്ളമയമില്ലാതെ ഉണക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വൈൻ പുളിച്ചു പോകും. ഒരുപാട് നാൾ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഭരണി യൂസ് ചെയ്യുന്നവർ ഒരു വെള്ള തുണി കൊണ്ടൊന്ന് മൂടിയതിന് ശേഷം നമ്മുടെ അടപ്പ് വെക്കാം. അപ്പോൾ ചെറുതായിട്ടതൊന്ന് ലൂസായിട്ടിരിക്കും. ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൻ്റെ അടപ്പൊന്നും അധികം ടൈറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ വെള്ള തുണി കൊണ്ടൊന്നും അത് കെട്ടിയിട്ടില്ല. ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കാൻ എടുത്താൽ മതി. അതിനുശേഷം തുടർച്ചയായിട്ടൊരു 15 ദിവസം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് 15ാമത്തെ ദിവസം ഒന്നും കൂടി ഇളക്കി വെക്കാൻ വേണ്ടി എടുത്ത വൈൻ ജാറാണ്. നിങ്ങൾക്ക് കാണാം മുന്തിരിയൊക്കെ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. കഴിവതും നമ്മൾ ഒരേ ദിശയിൽ തന്നെ ഇങ്ങനെ ഒന്ന് 1 മിനിറ്റ് താഴെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് ഞാനിത് വീണ്ടും അടച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി 21ാമത്തെ ദിവസം നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 23-ന് എടുക്കാം, അല്ലെങ്കിൽ 25ാമത്തെ ദിവസം എടുക്കാം. കുറച്ച് ദിവസം കൊണ്ട് അധികം ഇരുന്നെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. അരിച്ചെടുത്ത വൈൻ നമ്മുടെ ബോട്ടിലിൽ ഇരുന്നിട്ടാണ് പിന്നീട് നല്ലതുപോലെ നല്ല ടേസ്റ്റുള്ള വൈനായിട്ട് മാറുന്നത്. ഇതൊരു 24 ദിവസം കഴിഞ്ഞ വൈനാണ്. നമ്മളിത് അരിച്ചെടുക്കാനാണ് പോകുന്നത്. അരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഗ്ലാസ് ജാറ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും. നമ്മൾ അരിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അരിപ്പകളൊക്കെ വെള്ളമയമൊന്നുമില്ലാതെ നല്ല ഉണങ്ങിയതായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. വൈൻ അരിച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെയിനർ അല്ലെങ്കിൽ അരിപ്പ് യൂസ് ചെയ്യാം. ചെറുതാണെങ്കിലും പ്രശ്നമില്ല. വലുതാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വൈൻ നമ്മുടെ പാത്രത്തിലേക്ക് വീണ് കിട്ടും. പിന്നീട് നമ്മൾ ഫണൽ യൂസ് ചെയ്യില്ലേ, നമ്മുടെ കുപ്പിയിലേക്കൊക്കെ നമ്മൾ വൈൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്കൊരു ഉപകാരപ്പെടും. പിന്നീട് മരത്തവി, അതും വെള്ളമയം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ വേറൊരു തവി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ആ മുകളിലുള്ള നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. മുന്തിരിയൊക്കെ നല്ലതുപോലെ വൈനിന് വേണ്ടിയിട്ട് അലിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള ആ മുന്തിരിയും പിന്നീട് നമ്മൾ നേരത്തെ ഇട്ട നമ്മുടെ ഗോതമ്പിൻ്റെ കിഴിയൊക്കെ നമുക്കങ്ങ് എടുത്തു മാറ്റാം. വൈൻ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഈ വീഴുന്ന മുന്തിരി കഷ്ണങ്ങളിലേക്ക് ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് അതിലുള്ള വൈൻ ഇങ്ങനെ ഞെക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. അത് കളയാൻ ഇഷ്ടമില്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതിൽ നിന്ന് നമുക്ക് വൈൻ വേറെ മാറ്റിയെടുക്കാം. കാരണം ഒരുപാട് മട്ടി അതിൽ നിന്ന് വരും. അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ബീറ്റ്റൂട്ട് ചേർക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം നല്ല വൈൻ്റെ കളറ് ഉള്ള മുന്തിരി തന്നെയായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിൽ തന്നെ നമ്മുടെ മുന്തിരി വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓരോ കുപ്പികളിലേക്ക് അങ്ങ് അരിച്ച് മാറ്റി വെക്കുവാണ്. ഞാനിത് 2 or 3 പ്രാവശ്യം ബോട്ടിലുകൾ മാറും. ആദ്യം ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ അടിയും. അപ്പോൾ വീണ്ടും വേറെ ബോട്ടിലേക്ക് മാറ്റും. വൈൻ ഇരിക്കുന്തോറുമാണ് അതിൻ്റെ രുചിയും മണവും ഗുണവും ഒക്കെ കൂടുന്നത്. അപ്പോൾ അരിച്ചതിന് ശേഷം 1 or 2 പ്രാവശ്യവും കൂടെ നമുക്കങ്ങനെ മാറ്റി വെക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും. എന്തായാലും ഇത് മാറ്റി വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടേസ്റ്റും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്ത വൈനാണിത്. ഇപ്പം തന്നെ ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ട്. ടേസ്റ്റും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല വൈൻ മുന്തിരി കിട്ടുമ്പോഴൊക്കെ നമുക്ക് മുന്തിരി വൈൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.